ഹായ്. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാലോ, സൗണ്ടിലും പിന്നെ എന്താ പറയുക ക്യാമറയുടെ വെളിച്ചത്തിലുമൊക്കെ. സോറി. ഒരുങ്ങിയാണ് ഇരിക്കുന്നത്, പുറത്തു പോവാണ്. എൻ്റെ സീനിയറിൻ്റെ, അതായത് ആദ്യമായിട്ട് ദക്ഷിണ വെച്ച് ഞങ്ങളൊക്കെ ഞാൻ പഠിക്കാൻ കയറിയ ലോ ഫോം, കാലിക്കറ്റ് ലോ ചേംബേഴ്സ് എന്നാണ് പറയുന്നത്. അവിടുത്തെ എൻ്റെ സീനിയറായിരുന്ന സുരേന്ദ്രൻ സാറിൻ്റെ 50 വർഷമായി. ഇന്ന് കുറച്ച് ഈ വർഷമാണത്. അപ്പോൾ ആ 50ാമത്തെ വർഷത്തിൻ്റെ നമ്മൾ സാറിനൊരു ട്രീറ്റൊക്കെ കൊടുക്കുകയാണ്, ജൂനിയേഴ്സൊക്കെ ചേർന്നിട്ട്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടി പോവുകയാണ് ഞാനും. അച്ഛനും വരുന്നുണ്ട്, അതുകൊണ്ടൊന്ന് ഒരുങ്ങിയൊക്കെ പോകുന്നതെന്ന് മാത്രം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തത്. എന്നിട്ട് വന്നിരുന്ന് പറയാമല്ലോ എന്നോർത്ത്. കുറച്ച് അസുഖങ്ങളും എല്ലാം ബാധിക്കുന്നുണ്ട് കേട്ടോ. ശരി, അതിനെപ്പറ്റി പിന്നീട് പറയാം. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങളെ പറ്റി പറയാം അല്ലേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതേപോലെ തന്നെ ഇന്നലെ ഞാൻ സിവിക് സെൻസിനെ പറ്റി സംസാരിച്ചില്ലേ. നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു ബിഹേവിയർ എന്നുള്ള രീതിയിൽ, നമ്മുടെ സംസ്കാരം നമ്മൾ ഉയർത്തിക്കാട്ടണം. ഓരോരുത്തരും ഉയർത്തിക്കാട്ടുന്നത് നമ്മൾ വരുന്ന ആ കൺട്രിയുടെ സംസ്കാരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിനൊരു അനുബന്ധമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയട്ടെ. ഇന്ത്യയുടെ അകത്ത് നമ്മുടെ മക്കൾ ഈ ബാംഗ്ലൂർക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല നല്ല മെട്രോ സിറ്റീസിലേക്ക് പോകുന്ന ആൾക്കാർ, ഇപ്പം കൊച്ചിൻ പോലും അങ്ങനെ ആയിട്ടുണ്ട്, പോകുന്ന ആളുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. കുട്ടികളോടാണ്. ആൾക്കാർക്ക് ദേഷ്യം വരുമായിരിക്കും, നിങ്ങൾ ഭയങ്കര റിട്രോഗ്രേഡ് ആണെന്ന് പറയുമായിരിക്കും. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ടെൽ യു, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുന്നത് നമ്മുടെ വീടിൻ്റെ സംസ്കാരത്തെയാണ്. നമ്മൾ വന്ന വീട്ടിലെ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ എന്താ പഠിപ്പിച്ച് വിട്ടതെന്നാണ് അപ്പോൾ നമ്മൾ ഉയർത്തിക്കാട്ടുന്നത്. അതായത് പൊതുസ്ഥലങ്ങളിലുള്ള ബിഹേവിയർ. ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും നന്നായി റിഫൈൻഡ് ആയിട്ട് പെരുമാറണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് നമ്മൾ ഇന്ത്യൻസ് തന്നെ നമ്മുടെ സിവിക് സെൻസ് കുറച്ചുകൂടെ ചിസിൽ ചെയ്തെടുക്കണം. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ബാംഗ്ലൂരിൽ പോകുമ്പോൾ കബൺ പാർക്കിൽ പോയിട്ടുണ്ടോ? ലാൽബാഗ് കബൺ പാർക്ക്. ബാംഗ്ലൂരിൽ പോകാത്ത ആരുമില്ല ഇപ്പം എന്നെ കേൾക്കുന്നവരെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ കേൾക്കാത്തവർക്കായിട്ട് ഞാൻ പറയാം, അത് അവിടുത്തെ ഏറ്റവും വലിയ ബയോഡൈവേഴ്സിറ്റി ആയിട്ടുള്ള മരങ്ങളൊക്കെ ഉള്ള പാർക്കാണ്. ലാൽബാഗ് എന്ന് പറയുന്ന ഒരു ഉദ്യാനമാണ്. പണ്ട് ടിപ്പുവിൻ്റെ കാലത്ത് മുതലുള്ള ഉദ്യാനമാണ് അതല്ലേ. വളരെ മനോഹരമായിട്ടുള്ള ചെടികളും അവിടെ അതെല്ലാം അവർ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ വരുന്ന കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് പഠിതാക്കൾ. ഇപ്പോൾ പുതുതായിട്ട് ജോലി കിട്ടി പോകുന്നവരും അതിലുൾപ്പെടും കേട്ടോ. അവരെല്ലാവരും തന്നെ അവിടെ വന്നിരുന്ന് കുറച്ച് സൊള്ളാറുണ്ട്. സൊള്ളുന്നതിന് കുഴപ്പമില്ല, അത് എല്ലാവരുടെയും അവകാശമല്ലേ, പ്രേമവും സൊള്ളലും ഒക്കെ. പക്ഷേ ഈ കമിതാക്കൾ തമ്മിൽ ഒരു എന്താ പറയുക, ഒരു അതിർവരമ്പില്ലാതെ നമ്മൾ സ്വകാര്യതയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ പബ്ലിക്കലി ചെയ്യും. മനസ്സിലായോ? കാരണം അവർക്ക് വിചാരിക്കുന്ന, ഞങ്ങളുടെ സ്റ്റേറ്റ് അല്ലല്ലോ ഇത്, ഞങ്ങൾ എവിടെ നിന്ന് വന്നതാണ്, ഞങ്ങളുടെ വീട് പത്തനംതിട്ടയായിരിക്കും, റാന്നി ആയിരിക്കും, അല്ലെങ്കിൽ ഇടുക്കി ആയിരിക്കും, അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലോട്ടുള്ള മലയോരങ്ങളിലൊക്കെ ഉള്ളവരുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആര് വരാൻ ഇവിടെ ഞങ്ങളെ അന്വേഷിച്ച്? അവരെല്ലാം, ഞാൻ ഈ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിൽ വന്നവർ അങ്ങനെ ചെയ്യുന്നത് കാണുന്നത് കൊണ്ടാണ്. പട്ടണത്തിൽ വളർന്നവരും മോശമല്ല, പക്ഷെ അവർക്ക് ഇത് എന്താ പറയുക, അവർക്കിത് പുത്തന കാഴ്ചകളല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉള്ളിൽ നിന്ന് വന്നവരെ പറഞ്ഞത്. അത് അവർ അൺസിവിലൈസ്ഡ് ആയതുകൊണ്ടല്ല. അവർക്ക് കൂടുതൽ പുതുമകൾ കാണുമ്പോൾ പെട്ടെന്ന് മതിമറന്നു പോകുന്ന ചില ഭാഗങ്ങളെ ഞാൻ പറഞ്ഞു മാത്രം. പാലക്കാടിൻ്റെ ഉൾപ്രദേശങ്ങൾ, പല ഉൾപ്രദേശങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ചെറിയ ടൗൺസിൽ നിന്ന് പോകുന്നവരും ഒക്കെയാണ് അധികവും ഇങ്ങനെ പെട്ടുപോകുന്നത് കാണപ്പെടുന്നതെന്നൊരു ഇതിൽ നമ്മൾ സംവാദത്തിൽ വരികയുണ്ടായി. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ചിലപ്പോൾ മറ്റു രീതിയിലുള്ള പിള്ളേരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആരൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ചുറ്റിനുമുള്ളവർ മനുഷ്യർ തന്നെയാണ്. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ തെലുങ്ക് പറയുന്നു, കന്നഡ പറയുന്നു, അല്ലെങ്കിൽ ഹിന്ദി പറയുന്നു എന്ന് കരുതി നമ്മൾ അവരുടെ ആ ഒരു വ്യക്തിത്വത്തിനെ നമ്മൾ അവഹേളിക്കരുത്. ചിലപ്പോൾ എൻ്റെയൊക്കെ അച്ഛൻ്റെ പോലെയുള്ള പ്രായമുള്ളവർ കാറ്റ് കൊള്ളാൻ അവിടെ വരുന്നുണ്ട്. അവർക്കെല്ലാം ഇതൊരു അരോചകമായി തോന്നിയേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രായത്തിൻ്റെ ഒരു ചില പ്രശ്നങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വന്നു പോകുന്നതിൽ തെറ്റ് പറയുന്നതല്ല. പക്ഷേ ഡോണ്ട് എക്സിബിറ്റ് ഇൻ ദ പബ്ലിക് സ്പേസസ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പബ്ലിക് കിസ്സിങ്ങിനെ പറ്റിയും, എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന് പറഞ്ഞ് നമ്മൾ വസ്ത്രധാരണം ചെയ്ത് മറ്റുള്ളവർ നമ്മളുടെ
അംഗഭാഗങ്ങളിലേക്കൊക്കെ നോക്കുന്നതും ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ കൂടുതൽ ഉപരിയായിട്ട് നമ്മളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ബിഹേവ് ചെയ്യുമ്പോൾ അതും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആ ബോയ് ഫ്രണ്ടിന് ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുക. ഇതല്ല നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് ഒരു നല്ല ഒരു വേർഡ് തന്നെയാണ്. എല്ലാവർക്കും ഒരു കൾച്ചറുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഒരു ഇതിൽ പറഞ്ഞിരുന്നു, ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ അവിടെ യൂറോപ്യൻസ് ഡാനിഷ് പീപ്പിളാണ്, അവർ ഡെൻമാർക്കിൽ നിന്ന് വരുന്നതാണ് ലേഡീസ് എല്ലാം. അപ്പോൾ അവർ ഇത്രയും ഷോർട്ട് സ്കേർട്സ് ആണ് ഇടുക. അപ്പോൾ ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ജസ്റ്റ് ബീയിങ് ക്യൂരിയസ് ഐ എം ആസ്കിങ് യു, സോ ഡോണ്ട് യു ഫീൽ അൺകംഫർട്ടബിൾ വെയറിങ് സച്ച് എ ഷോർട്ട് സ്കേർട്സ് വെൻ യു കം? അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ സാരി ഇടുമ്പോൾ ഞങ്ങൾ മിഡ്രിബ്സ് കാണിക്കില്ലേ, അതാണ് അവർക്ക് അൺകംഫർട്ടബിൾ. പിന്നെ കാലിൻ്റെ അടിയിൽ അവർ സ്റ്റോക്കിങ്സ് ഇടും അത്രേ, അവർ പ്ലെയിൻ ബെയർ സ്കിൻ അല്ല. ഐ എം എ ലേഡി നോ, സോ ഐ വിൽ ബി വെയറിങ് സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മളുടെ ഇവിടെയുള്ളവരെല്ലാവരും എല്ലാം സ്കിൻ കാണിച്ചിട്ടാണ് നടക്കുന്നത്. സോ അതിനകത്തേക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് തെറ്റെന്നല്ല പറയുന്നത്, പക്ഷെ അവിടെയുള്ളവരെ നമ്മൾ കോപ്പി ചെയ്തിട്ടാണെങ്കിൽ അവർ ചെയ്യുന്നത്, ദേ ആർ നോട്ട് എക്സിബിറ്റിംഗ്, അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഷോയിങ് ദെയർ ഡയറക്റ്റ് സ്കിൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇവിടെ ആരും അങ്ങനെ ഇട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബെയർ സ്കിന്നായിട്ടാണ് കാണിക്കുന്നത് കാലെല്ലാം. അപ്പോൾ പബ്ലിക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഞാൻ ട്രാവൽ ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ്. ഞാൻ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ആ പോകുന്ന സ്ഥലത്തെ കോൺഫറൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഈ റെഡ് ബസ് അങ്ങനെയുള്ള ഇതൊക്കെ ഇല്ലേ, ബസ് കമ്പനീസ് ഇല്ലേ, ടൂർ ബസ്സസ്, സിറ്റി ടൂറൊക്കെ കൊണ്ടുപോകുന്ന ബിഗ് ബസ് എന്നൊക്കെ പറഞ്ഞ് റെഡ് ബസ് എന്തൊക്കെയോ ഉണ്ടല്ലോ കമ്പനീസ്. അപ്പോൾ അവരുടെ റൂഫ് ടോപ്പിൽ നമ്മൾ ഇരുത്തിയിട്ട് നമുക്ക് സിറ്റി ടൂർ കാണിക്കും. അപ്പോൾ ഞാനങ്ങനെ ഒരു പ്രാവശ്യം ലണ്ടൻ ടൂർ പോയിട്ടോ. അപ്പോൾ എൻ്റെ ബ്രദർ ഇൻ ലോയും ഫാമിലിയും അവിടെ ഉണ്ട്, അരവിന്ദിൻ്റെ ബ്രദർ. അവർ മഞ്ജുഷ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സിസ്റ്ററും ഞങ്ങളെല്ലാവരും കൂടെ ഈ ബസ് സ്റ്റോപ്പിൽ കയറി ഇരുന്നിട്ട് വി വെർ ജസ്റ്റ് ഗോയിങ് ടു, അവരും അപ്പോൾ അന്ന് പുതിയതായിരുന്നു അവിടെ വന്നിട്ടേ ഉള്ളായിരുന്നു. 10-12 ഇയേഴ്സിന് മുമ്പാണ് ഞാൻ പറയുന്നത്, 10 ഇയേഴ്സ് ആയി എന്തായാലും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങളതിന് പോകുമ്പോൾ ഐ വാസ് വാച്ചിങ് ഓൾ ദീസ് പീപ്പിൾ, ഇന്ത്യൻസ് എന്താ ചെയ്യണത്, അവർ ഇതുപോലെ കയറിയിട്ടുണ്ട്. ഭാര്യ ഭർത്താവൊക്കെ അടുത്തിരുന്നിട്ട്, അധികം യങ് അല്ല എന്നാലും ഒരുപാട് പഴയ മാരേജും അല്ല, ബട്ട് ദേ വർ എക്സിബിറ്റിംഗ് ഓൾ റോങ് ഗെസ്റ്റേഴ്സ് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്. അവർ ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, അതിനും കടന്നു പോവുക, അതിനേക്കാൾ ഉപരിയായിട്ട് ശരീരഭാഗങ്ങളിൽ തടവി രസിക്കുക. ഭാര്യയും ഭർത്താവും തന്നെയാണ്, പക്ഷേ സ്റ്റിൽ ഐ വാസ് ഷോക്ക്ഡ്. കാരണം നമ്മൾ മലയാളികൾ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് തന്നെ ഞാൻ വിചാരിച്ചു, ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകളാണല്ലോ അത് ചെയ്തത്, വൈ ഡിഡ് ദേ ഡു ദാറ്റ്? അങ്ങനെ എൻ്റെ മനസ്സിൽ അന്നും കിടക്കുന്ന ഒരു ചോദ്യമാണ്. എസ്പെഷ്യലി ദേ ആർ കപ്പിൾസ്, ദേ ക്യാൻ ഡു ഇറ്റ് ഇൻ ദർ ഇൻറ്റിമേറ്റ് സ്പേസസ്. എന്തുകൊണ്ട് അവരിങ്ങനെ ചെയ്തു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, മറ്റുള്ളവരെ പറ്റി ബോധേഡല്ലാത്തതുകൊണ്ടും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് തോന്നാത്തതുകൊണ്ടുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് ഇതിനകത്ത് പറയുകയുണ്ടായി അന്ന് ഇതുപോലെ. ഇന്നലത്തെ വീഡിയോ കേട്ടിട്ട് വന്ന ഒരു കുട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചി ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം. ഇവർ എവിടെയോ ടൂർ പോയപ്പോൾ ട്രെയിനിനകത്ത് കയറിയിട്ട്, നമ്മളുടെ ഇവിടുത്തെ ട്രെയിനിൽ ഇറ്റ് വാസ് റിയലി ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളുടെ മുമ്പിലൊക്കെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. ഞാൻ ഒരു അബദ്ധം പോലെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അബദ്ധം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനും എൻ്റെ മകളും, ആ മോൾക്ക് 18 വയസ്സായി കഴിഞ്ഞപ്പോൾ മോളുടെ സ്കൂളിലുള്ള പിള്ളേരെല്ലാം ഇതുപോലെയാണ്. ഭയങ്കര എന്താ അവർ പറയുക, ഞങ്ങൾക്ക് അവിടെ പോകണം, അവിടെ പാർട്ടി ചെയ്യണം, അങ്ങനെ ദേവർ ജസ്റ്റ് ടീനേജേഴ്സ്. നമ്മൾ മിൽസിൻ ബൂംസിലൊക്കെ കാണുന്ന പോലത്തെ ചില പ്രവൃത്തികളൊക്കെ അവരുടെ ഇതിലൊക്കെ വരുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്കൊരു ഭയം വരുമായിരുന്നു. അപ്പോൾ ഞാൻ മോള് പറയാം, അമ്മ ഐ നീഡ് ടു നോ വാട്ട് ഇറ്റ് ഈസ് അല്ലേ. ഞാനെന്താ ചെയ്തെന്നറിയോ, എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്കന്നൊരു 35-38 ഇയേഴ്സ് കാണുമായിരിക്കും. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അതേ ഏജിലുള്ള ഒരു ഫ്രണ്ട്, എന്നെക്കാൾ ഇച്ചിരി കൂടെ യങ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ട്. ഷീ യൂസ് ടു പാർട്ടി. അപ്പോൾ അവർക്ക് ആ എറ്റിക്കറ്റൊക്കെ അറിയാം, എനിക്കതൊന്നും അത്ര അറിയില്ല കേട്ടോ. ഞാനും എൻ്റെ മോളും ആ കുട്ടിയും പിന്നെ മോളുടെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ 4 പേരുമായിട്ട് വി ജസ്റ്റ് വാണ്ടഡ് ടു നോ വാട്ട് ഈസ് ദിസ് പാർട്ടിയിങ് കൾച്ചർ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹിൽട്ടൺ ആണോ ഹയാത്താണോ ഏതോ ഒരു ഹോട്ടലിൽ, അവിടെ അവർക്ക് ഇതുണ്ട്, ഈ ഡാൻസും ഇതൊക്കെ ഉണ്ട്. അതിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയി. ലെറ്റ് മീ ടെൽ യു, വി ജസ്റ്റ് വാണ്ടഡ് ടു റൺ ഔട്ട്. എൻ്റെ മോൾക്കും എനിക്കും
ഭയങ്കര എംബാരസ്ഡ് ആയിട്ട് തോന്നി അവിടെ ചെന്നിരുന്നപ്പോൾ. അത് എൻ്റെ ഒന്നും കൾച്ചർ അല്ലാത്തതുകൊണ്ടായിരിക്കും. അത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പം എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞില്ല, കുട്ടിക്ക് ഇരുന്ന് അത് ഡാൻസ് ഒക്കെ ചെയ്യും, ഇതൊക്കെ ചെയ്യും, പക്ഷേ ദേ ഡോണ്ട് ബ്രീച്ച് എനി വൺസ് പ്രൈവസി. നമ്മളും അറിയാതെ അവരിലേക്ക് നോക്കി പോകാൻ പാടില്ല. അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു ഇത്. അത് അവരുടെ ഇഷ്ടം, അതിനുള്ള സ്പേസാണത് അല്ലേ. ആ സ്പേസിൽ അത് അലൗഡാണ്. അങ്ങനെയുള്ള ക്യാരസിങ്ങും കിസ്സിങ്ങും ഒക്കെ അലൗഡായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞവരെ മാത്രമല്ലേ കേട്ടുള്ളൂ. അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലാക്കിക്കോട്ടെ എന്ന് ഇരുത്തി ഞാനവിടെ കൊണ്ടുപോയത്. വളരെ ഒരുപാട് ഇങ്ങനെ പുകയായിരുന്നു അവിടെ. എല്ലാവരും സിഗരറ്റ് വലിക്കുന്നുണ്ടേ. എനിക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ കള്ളു കുടിച്ച പോലെ ആയിപ്പോയി. ഐ ഡോണ്ട് ഡ്രിങ്ക് കേട്ടോ, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എൻ്റെ ഹസ്ബൻഡും ചെയ്തിട്ടില്ല. അതൊരു വലിയ മേന്മെന്നല്ല, എൻ്റെ ക്യാരക്ടർ പറഞ്ഞേ ഉള്ളൂ. അത് ചെയ്യുന്നവർ കുറവാണെന്നൊന്നും ഇവിടെ പറയുന്നതല്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, ഹൗ ടു ബിഹേവ് കൾച്ചറലി എന്നൊക്കെ ഉള്ളത്. പക്ഷേ എന്ത് കാണിച്ചാലും നമ്മുടെ ട്രേറ്റ്സ്, നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കഴിക്കരുത് പബ്ലിക് സ്പേസിൽ അധികം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ കൈവിട്ട് പോകും, നമ്മുടെ പിടിവിട്ട് പോകും. നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മറന്നു പോകും. ബിക്കോസ് ആ ലഹരിയാണ് നമ്മളെ നയിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ലഹരി എന്ന് പറയുന്ന സാധനം നമ്മളെ അടിമപ്പെടുത്താൻ പാടില്ല, നമ്മളെ അടിമപ്പെടാനും പാടില്ല. അപ്പോൾ പിന്നെ എന്തായി, നേരത്തെ ഇന്നലെ പറഞ്ഞ പാപ്പാൻ്റെ അവസ്ഥയാകും നമ്മളുടെ മനസ്സും ആ ലഹരിയുമായിട്ട് അല്ലേ. ആ ലഹരി എന്ന് പറയുന്ന പാപ്പാൻ മനസ്സെന്ന് പറയുന്ന ഈ ആനയെ ടൈം ചെയ്തങ്ങ് കൊണ്ട് നടക്കും. സോ ദാറ്റ് ഈസ് ദ തിങ്. നമുക്ക് വേണ്ടത് എന്താണ്? ഓരോരുത്തർക്കും, എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും എന്താണ് വേണ്ടത്? സൗഖ്യം അല്ലേ. സുഖം, സൗഖ്യം, ആയുരാരോഗ്യം, പണം, സമൃദ്ധി, സമ്പത്ത്, ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. നമ്മൾ ചിസിൽ ചെയ്ത് ഇവോൾവ് ചെയ്തേ പറ്റൂ. ഭർത്താവ് ഒരുപാട് കുടിക്കുമ്പോൾ ഭാര്യ വിഷമിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അതർവൈസ് മാന്യനും നല്ലവനുമായിട്ടുള്ള ഒരാൾ കള്ള് കുടിച്ച് കഴിയുമ്പോൾ അയാളുടെ സെൻസറി ഓർഗൻസിനെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ അറിയാതെ വായ പൊളിച്ച് മറ്റുള്ള സ്ത്രീകളുടെ നോക്കിക്കൂടാത്ത ഭാഗങ്ങളിലേക്കൊക്കെ നോക്കിയെന്നിരിക്കും. ബിക്കോസ് അയാളെ കൺട്രോൾ ചെയ്യപ്പെടേണ്ട സാധനം, അയാളെ കൺട്രോൾ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ ഉള്ളിൽ കഴിച്ച മദ്യമാണ്. കള്ള് കുടിച്ചാൽ വയറ്റിൽ കിടക്കണം എന്ന് കേട്ടിട്ടില്ലേ ആളുകൾ പറയുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇപ്പം പറഞ്ഞു വന്നത്. ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും എങ്ങനെയുള്ളവരാണെങ്കിലും പൊതു ഇടങ്ങളിൽ നമ്മൾ വി നീഡ് ടു ചിസിൽ അവർ ബിഹേവിയേഴ്സ്. സിവിക് സെൻസ് നമ്മൾ വർദ്ധിപ്പിക്കണം. മക്കളോട് പറഞ്ഞു തന്നെ വിടണം. ബോയ് ഫ്രണ്ടൊക്കെ അതെന്താ, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട് കൂടെയല്ലേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയല്ലേ, അങ്ങനെ ചോദിക്കാനുള്ള പ്രവണത എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ദാറ്റ് ഷോസ് ഹൗ സിവിലൈസ്ഡ് യു ആർ. നിങ്ങൾ എങ്ങനെയാണ് ഒരു 10 പേരുടെ മുമ്പിൽ, നിങ്ങളെ അറിയുന്നവരേ ആയിരിക്കില്ല, മുമ്പിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഷോക്കേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കും അവർ നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾ വന്ന സ്ഥലത്തിനോട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനോട് റെസ്പെക്റ്റ് കാണുക. ശരിയല്ലേ? സോ ഇതൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് വന്ന് വീഡിയോ പിടിക്കാമല്ലോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഈ ട്രാവൽ ചെയ്ത് കഴിയുമ്പം ഐ എം ഫീലിംഗ് വെരി അപ്സൈഡ് ഡൗൺ എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ആണ്. ഇന്നലെ ഒന്നും ശരിയായിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മേക്കപ്പ് പോലും ഇടാൻ തോന്നിയില്ല. സോ ഐ ജസ്റ്റ് കെയിം ആസ് ഇറ്റ് ഈസ് യെസ്റ്റർഡേ. കാരണം എൻ്റെ കണ്ണൊക്കെ ബൾജ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരോഗ്യം എന്ന് പറയുന്നത് എത്ര പ്രധാനമാണല്ലോ. ഒരു ചെറിയ തലവേദന, മൈഗ്രെയിൻ അതൊക്കെ വരുമ്പോൾ പോലും നമ്മൾ അയ്യോ ഒന്ന് വയ്യ എന്നുള്ള മട്ടിലിരിക്കുന്നു അല്ലേ. അതായിരുന്നു ഇന്നലെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു ഊർജം കൊടുക്കുന്ന രീതിയിലുള്ള സംഭാഷണമല്ലേ വേണ്ടത്. ഊർജം കൊടുക്കണമെങ്കിൽ നല്ല ഭംഗിയായിട്ട് വസ്ത്രധാരണം ധരിക്കുക തന്നെ വേണം. ഓക്കെ. സോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കമൻ്റ് അടിക്കുക. പിന്നെ ഇതിലൂടെ പാസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റ്സ് എന്തിനാണെന്നറിയോ? അപ്പോഴാണ് യൂട്യൂബ് നമ്മളുടെ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുകയെന്ന്. അതെന്തായിരുന്നു സൗണ്ട് കേൾക്കുന്നത്? ഇവിടെ സുഖമാണ് കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നല്ല, ഇപ്പം വലിയ ഇതില്ലല്ലോ, ചൂടില്ലാത്തതുകൊണ്ട്. എന്നാലും ഞാൻ ഈ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേറെ തൊലിക്കും. അപ്പോൾ ശരി, നിങ്ങളെല്ലാവരും നല്ലൊരു സായാഹ്നമല്ലേ ഇന്ന് സൺഡേ. ഞാനും ഇവിടെയൊക്കെ പോയിട്ട് വരാം. സാറിനെ ഒന്ന് വിഷ് ചെയ്യണം, എന്തെങ്കിലും 2 വാക്കൊക്കെ പറഞ്ഞ് പുതിയ ജൂനിയേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടിട്ട് വരാമെന്ന് എഴുതി പോകുന്നു. ഞാനിപ്പോൾ പ്രാക്ടീസ് നിർത്തിയെങ്കിലും എനിക്ക് അവിടെ നമുക്ക് ഒരു കൈനീട്ടം എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു സ്ഥലത്ത് പോയി നമ്മളിരുന്ന് ചെയ്തിട്ട് പുറത്ത് വരുമ്പോൾ നമുക്കൊരു നല്ല ഫീലിംഗ് അല്ലേ. അതായത് ഞാൻ ആദ്യം പോയ ഫേമല്ലേ, അപ്പോൾ ഐ നീഡ് ടു, അതൊരു ഗുരുത്വം അല്ലേ. എനിക്ക് ആ ഗുരുത്വം വേണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ആ സാറിനെയും അവിടുത്തെ ചേച്ചിയും, ഞങ്ങൾ ജ്യോതി ചേച്ചി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിനുവേണ്ടി മാത്രമാണ് അബുദാബിയിൽ നിന്ന് വന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനിനി മാവേലിക്കരയിലും പോകും. അപ്പോൾ ഞാൻ അവിടെ നിന്നും പിടിക്കുകയായിരിക്കും. അമ്മയെ ഞാൻ കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. അമ്മച്ചിക്ക് ഇഷ്ടമാണ് ഇതിലൊക്കെ വരാനായിട്ട്. നോക്കാം. എൻ്റെ അച്ഛനമ്മ ഇടയ്ക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പോഡ്കാസ്റ്റ് പോലെ ചെയ്യുന്നതുകൊണ്ട് ആർക്കും എൻ്റെ യൂട്യൂബിൽ വരാൻ ഇൻട്രസ്റ്റേ ഇല്ല. എൻ്റെ മോൾക്ക് ഒട്ടും ഇഷ്ടമില്ല. മോൾ ഭയങ്കര പ്രൈവറ്റ് പേഴ്സൺ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പലരും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
സോ നമുക്ക് ഈ പോഡ്കാസ്റ്റുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ശരി, ചിയേഴ്സ്. പോയിട്ട് വരട്ടെ കേട്ടോ, നാളെ കാണാം. താങ്ക് യു.